ഹായ് ഫ്രണ്ട്സ്, ടെക്സോണിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത് പുതിയൊരു പ്രോഡക്റ്റാണ്. പുതിയൊരു 5.1 റിമോട്ട് കിറ്റാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഇനേബിൾ ആക്കിയിടുക. യൂണിവേഴ്സൽ ഓഡിയോസ് എന്ന ബ്രാൻഡിൻ്റെ അപ്ഡേറ്റഡ് ആയിട്ടുള്ളൊരു 5.1 റിമോട്ട് കിറ്റാണ്. ഇപ്പോൾ ഒരു കാർഡ്ബോർഡ് ബോക്സിലാണത് കിട്ടുന്നത്. ഇതിലെന്തൊക്കെ വരുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം. ഓൾറെഡി ഓപ്പൺ ചെയ്തതാണ്. ഫസ്റ്റ് വരുന്നത് റിമോട്ടാണ്. റിമോട്ട് സാധാരണ എല്ലാ കിറ്റിൻ്റെയും കൂടെ വരുന്ന ആ ഒരു ടൈപ്പ് റിമോട്ടാണ്. ഇതിലെ കീ കോൺഫിഗറേഷനൊന്നും വ്യത്യാസമൊന്നുമില്ല. സാധാരണ വരുന്ന അതേ റിമോട്ട്, അത്യാവശ്യം ക്വാളിറ്റിയുള്ള റിമോട്ട് തന്നെയാണ്. പിന്നെ ഒരു മാനുവൽ പോലൊരു പ്രിൻ്റ് ഒരു പേപ്പർ വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് പിന്നീട് നോക്കാം. പിന്നെ വരുന്ന കണക്ടറാണ്. അത്യാവശ്യം ലെങ്ത് ഉള്ള കണക്ടേഴ്സാണ്. ഏകദേശം 30 സെൻറ്റിമീറ്റർ ആ ഒരു ലെങ്ത് വരുന്ന കണക്ടറാണ്. അതിൽ റോട്ടറി എൻകോഡർ വരുന്നുണ്ട്. റോട്ടറി എൻകോഡറിന് ചുറ്റും ചെറിയൊരു PCB കൊടുത്ത് അതിൽ LED പ്ലേസ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് 5.1 ഔട്ട്പുട്ട്, അതുപോലെ USB നിന്നുള്ള ഓഡിയോ ഇൻപുട്ട് എടുക്കാൻ വേണ്ടി, അതുപോലെ USB-യിലേക്കുള്ള 5 വോൾട്ട് കൊടുക്കാൻ വേണ്ടിയൊക്കെയുള്ള കണക്ടറാണ്. ഇത് വരുന്നത് മെയിൻ ബോർഡും ഡിസ്പ്ലേ യൂണിറ്റുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള കണക്ടറാണ്. ഇനി ബോക്സിൽ വരുന്ന ഡിസ്പ്ലേ യൂണിറ്റാണ്. പിന്നീട് നമ്മുടെ പ്രോസസ്സർ വരുന്ന മെയിൻ ബോർഡ്, ഇതിന് കൂടെ 2 RC സോക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം ക്വാളിറ്റിയുള്ള 2 സോക്കറ്റാണ്. പിന്നെ നമുക്ക് ഡയറക്റ്റ് ഈ PCBയിൽ മൗണ്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ഡയറക്റ്റ് വേണമെങ്കിൽ ഇത് ക്യാബിനിലേക്ക് ഫിക്സ് ചെയ്യാം, അല്ലെങ്കിൽ വയർ വെച്ച് എക്സ്റ്റെൻഡ് ചെയ്തും കൊടുക്കാം. പിന്നെ വരുന്നത് ഒരു സ്റ്റിക്കർ, നമ്മുടെ ക്യാബിനിൽ ഒട്ടിക്കാൻ വേണ്ടിയുള്ളൊരു സ്റ്റിക്കർ, ഇൻപുട്ട് ഏതാണെന്നറിയാൻ വേണ്ടിയുള്ളൊരു സ്റ്റിക്കർ. ഇത്രയും കാര്യങ്ങളാണ് ഈ ബോക്സിൽ വരുന്നത്. ഇനി നമുക്കിത് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ ബോർഡ് അപ്ഡേറ്റഡ് ആണ്. അപ്പോൾ ഇതിൽ വന്നിരിക്കുന്ന അപ്ഡേഷൻ എന്താണെന്ന് വെച്ചാൽ ഓഡിയോ റഷ്, അതുപോലെ FT ബോർഡ്, അതായത് ഫ്യൂടെക് ഓഡിയോസിൻ്റെ മിനി ഡീകോഡർ ബോർഡും ഒക്കെ ആയിട്ട് ഈ റിമോട്ട് കിറ്റ് നമുക്ക് മെർജ് ചെയ്യാവുന്നതാണ്. മീൻസ് ഈ ഒരു റിമോട്ട് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് എക്സ്റ്റേണലി ആ ഡിവൈസുകൾ കൺട്രോൾ ചെയ്യാവുന്നതാണ്. ഓൺ ഓഫ് അല്ലെങ്കിൽ അതിലെ ഇൻപുട്ട് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതാണ് മെയിൻ മാറ്റം, അല്ലെങ്കിൽ മെയിനായിട്ട് വന്നിരിക്കുന്ന അപ്ഡേഷൻ. പിന്നെ അത് കൂടാതെ കുറച്ചധികം ഫീച്ചേഴ്സ്, വെൽക്കം നെയിം എഡിറ്റ്, അതുപോലെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഗെയിൻ കൺട്രോൾ, ബാക്ക് ലൈറ്റ് ഓൺ ഓഫ്, പിന്നെ എക്സ്റ്റേണലായിട്ട് സ്പീക്കർ പ്രൊട്ടക്ഷൻ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതുപോലെ സ്വിച്ചിങ് ബോർഡുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. അങ്ങനെ കുറച്ച് അധികം ഓപ്ഷൻസ് ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രിൻറ്റിൽ അതൊക്കെയാണ് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ സ്റ്റെപ്പ് എങ്ങനെയാണ് അഡ്മിൻ സെറ്റിങ്സിൽ പോയിട്ട് ഓരോന്നും സെറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു പേപ്പറിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം 2.0, അതായത് സ്റ്റീരിയോ ഇൻപുട്ട്. നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള വയർ ബ്രാൻഡ് അല്ലെങ്കിൽ iPlay, അതുപോലെ MP5 പ്ലെയർ. അപ്പോൾ ഇതിൽ ഏത് ഇൻപുട്ടാണെന്നുള്ളത് നമുക്കിതിൻ്റെ സെറ്റിങ്സിൽ പോയിട്ട് സെലക്ട് ചെയ്യാവുന്നതാണ്. അതനുസരിച്ച് റിമോട്ടിലെ കീക്ക് ചില കോൺഫിഗറേഷൻ വരും. ഇപ്പം MP5 പ്ലെയറാണ് മെർജ് ചെയ്യുന്നതെങ്കിൽ ഇതിലെ പല കീയുടെ ഫങ്ഷൻസ് ചേഞ്ച് ചെയ്യും. ഇത് ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, MP5 പ്ലെയർ വരുമ്പോഴത്തേക്കും ഈ 4 കീ ആയിരിക്കും എൻ്റർ, അങ്ങനെയൊക്കെ ചില ഫങ്ഷൻസ് ഇതിൽ വരും. അതായത് ഇമേജ് ആണോ വീഡിയോ ആണോ എന്നൊക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടി ഈ 4 കീ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള ചില മാറ്റങ്ങളൊക്കെ ഉണ്ട്. അതാണ് ഈ ബാക്കിൽ കൊടുത്തിരിക്കുന്നത്.
പിന്നെ അത് കൂടാതെ 5.1 ഇൻപുട്ട് HD ഓഡിയോ റഷ് FT മിനി ബോർഡ് അതൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൽ വരുന്ന ഇൻപുട്ടാണ് ഒപ്റ്റിക്കൽ 1 ഒപ്റ്റിക്കൽ 2. അതെല്ലാം ഈ ഡിസ്പ്ലേ യൂണിറ്റിൽ നമുക്ക് തെളിഞ്ഞ് കാണും. അത് ജസ്റ്റ് ഓൺ ചെയ്തിട്ട് ഞാൻ കാണിക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഇങ്ങനെ കുറച്ചധികം ഫീച്ചേഴ്സ് ഈ റിമോട്ട് കിറ്റിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ സോഫ്റ്റ്വെയർ ലെവലിൽ അല്ലെങ്കിൽ പ്രോഗ്രാം ലെവലിൽ. പിന്നെ ഇത് കൂടാതെ ഈ ഓഡിയോ റഷായിട്ടും അല്ലെങ്കിൽ FT മിനി ബോർഡും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്യാനുള്ളൊരു വയറിംഗ് ഡയഗ്രാം പോലെ അല്ലെങ്കിൽ ഒരു ലേ ഔട്ട് നിങ്ങൾക്ക് ഇനിയുള്ള കിറ്റിൽ അതിൻ്റെ പ്രിൻ്റ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അത് നോക്കിയിട്ട് കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യാം. ആരും തന്നെ മേക്കിംഗ് ക്വാളിറ്റി നോക്കിയാൽ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഈ ബ്രാൻഡിൻ്റെ ബാക്കി എല്ലാ ബോർഡ് പോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള കമ്പോണൻസും ഫിനിഷിങ്ങോട് കൂടി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ മെയിൻ ബോർഡിൽ നമുക്ക് വന്നിരിക്കുന്ന മാറ്റങ്ങളും, അതായത് പഴയ ബോർഡിനെ വെച്ച് നോക്കുമ്പോൾ ഉള്ളൊരു മാറ്റം, ഇതിൽ സബ്വൂഫർ സെക്ഷനിൽ യൂസ് ചെയ്തിരിക്കുന്ന IC മാറിയിട്ടുണ്ട്. 4558 IC ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. PCB ലേഔട്ടും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് മാറി, എന്നാലും IC ചേഞ്ച് ആയത് ഇതാണ് 4558. പിന്നെ അതിന് ചുറ്റും കുറച്ച് അസംബ്ലി കമ്പോണൻസ് ഒക്കെ കാണാം. ഓഡിയോ പ്രോസസ്സിങ്ങിന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്ന R2S IC ആണ്. എല്ലാ കിറ്റിലും വരുന്ന പോലത്തെ തന്നെ സെയിം ആ ഒരു IC തന്നെയാണ്. പിന്നെ ബാക്കി ഇൻപുട്ട് ഔട്ട്പുട്ട് കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പറഞ്ഞ പോലെ കണക്ടർ RCA കണക്ടർ നിങ്ങൾക്ക് RCA സോക്കറ്റ് നിങ്ങൾക്ക് ഇതുപോലെ ഡയറക്റ്റ് മൗണ്ട് ചെയ്ത് യൂസ് ചെയ്യാം. ഇല്ലയെന്നുണ്ടെങ്കിൽ വയർ വെച്ച് എക്സ്റ്റെൻഡ് ചെയ്യാം. പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു കണക്ടറും ചിലപ്പോൾ അവൈലബിൾ ആണ്. പിന്നെ ഇത് വർക്ക് ചെയ്യാൻ വേണ്ടുന്നത് 12 വോൾട്ട് അല്ലെങ്കിൽ 15 വോൾട്ട് DC ആണ്. ബോർഡിൽ പ്രിൻ്റ് ചെയ്തേക്കുന്നത് 15 വോൾട്ട് DC ആണ്. ഇത് USB-ലേക്കുള്ള 5 വോൾട്ട്. ഇത് MCU ബോർഡ്, അതായത് ഡിസ്പ്ലേ യൂണിറ്റിലേക്കുള്ള കണക്ഷൻ. 5.1 ഔട്ട്പുട്ട്, നമ്മുടെ USB പാനലിൽ നിന്നുള്ള കണക്ഷൻ. ഓക്കെ, അങ്ങനെ എല്ലാം കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ബ്രാൻഡ് നെയിം കൊടുത്തിട്ടുണ്ട്. ബാക്കി കമ്പോണൻസ് ഒക്കെ ആണെങ്കിലും നല്ല നീറ്റായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ സബിൻ്റെ ഫ്രീക്വൻസി അഡ്ജസ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. സാധാരണ ഗെയിൻ കൺട്രോളാണ് കണ്ടിട്ടുള്ളത്, ഇവിടെ ഫ്രീക്വൻസി അഡ്ജസ്റ്റ് ആണ്. അതുപോലെ സബ്വൂഫർ ഓൺ ഓഫിനുള്ളൊരു ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. ഈ ജമ്പർ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്താൽ നമുക്ക് സബ്വൂഫർ ഓൺ ഓഫ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് എക്സ്റ്റേണലായിട്ട് വേറെ ലോ പാസ് ഫിൽറ്റർ നമുക്ക് വേണമെങ്കിൽ ഇതിൽ യൂസ് ചെയ്യാം. ഓക്കെ, പിന്നെ ഒരു മാറ്റം വന്നിരിക്കുന്നത് ഇതിൻ്റെ ഡിസ്പ്ലേ യൂണിറ്റിലാണ്. ഡിസ്പ്ലേ സൈസ് സെയിം തന്നെയാണ്, 16:2 ബ്ലൂ കളർ LCD ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ PCBയും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ വലുതായിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ഡിസ്പ്ലേ യൂണിറ്റിൽ നിന്നാണ് നമ്മൾ എക്സ്റ്റേണലായിട്ട് കണക്ട് ചെയ്യുന്ന ഡിവൈസിലേക്കുള്ള കണക്ഷൻസ് എല്ലാം പോകുന്നത്. നിങ്ങൾക്ക് ഇവിടെ കുറേ പോയിൻറ്റുകൾ കാണാം. ഇവിടെ 1 തൊട്ട് 10 വരെ, അതുപോലെ ഇവിടെ 11 തൊട്ട് 15 വരെ. ഇതിൽ ഓരോ പോയിന്റിൽ നിന്നാണ് അല്ലെങ്കിൽ ഈ ഭാഗത്ത് നിന്നൊക്കെയാണ് നമ്മൾ എക്സ്റ്റേണലായിട്ട് കണക്ട് ചെയ്യുന്ന ഡിവൈസിലേക്ക് കണക്ഷൻ പോകുന്നത്. അപ്പോൾ അതാ ഒരു നേരത്തെ കാണിച്ചൊരു പ്രിൻ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. പിന്നെ എന്തായാലും ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് കാണിക്കാം. ഫ്രണ്ട്സ്, ഇവിടെ റിമോട്ട് കിറ്റ് ഓൺ ചെയ്തിട്ടുണ്ട്. അതിലേക്കുള്ള സപ്ലൈ നമ്മൾ 12 വോൾട്ട് 2 ആമ്പിയർ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ ഈ പേപ്പറിൽ മെൻഷൻ ചെയ്തേക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ കാണിക്കാം. ഇതാണ് മ്യൂട്ട് ഓപ്ഷനാണ്, അല്ലെങ്കിൽ സ്റ്റാൻഡ് ബൈ ആണിത് വരുന്നത്. ഇപ്പം DVD ഇൻപുട്ട് DVD ഇൻപുട്ടാണ് കിടക്കുന്നത്. OX 1, OX 2, OX 3 അതൊക്കെ സാധാരണ കിറ്റിൽ ഉള്ള പോലെ തന്നെ. ഇവിടെ നിങ്ങൾക്ക് നോക്കിയറിയാം, നമ്മൾ പറഞ്ഞ മെയിൻ ഫീച്ചറും 5.1 ഇൻപുട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്പ് വരുന്നത് ആദ്യം ഗെയിൻ എന്നുള്ള കീ പ്രസ് ചെയ്യുക, അത് കഴിഞ്ഞ് ഈക്വലൈസർ 5, അത് കഴിഞ്ഞ് ഇൻപുട്ട് ഏതാണെന്ന് കാണിക്കും, അത് കൺഫേം ചെയ്യാം, എസ്കേപ്പ് അടിക്കുക. അപ്പോൾ അത് നമുക്കൊന്ന് നോക്കാം. ഇവിടാണ് ഗെയിൻ വരുന്നത്, അത് കഴിഞ്ഞ് ഈക്വലൈസറാണ്. അപ്പോൾ അഡ്മിൻ സെറ്റിങ്സിലേക്ക് പോകും, അവിടെ 5. ഓക്കെ, ഇപ്പം HD ഓഡിയോ റഷ് എന്നുള്ള ഇൻപുട്ടാണ് സെലക്ട് ചെയ്തേക്കുന്നത്. നമുക്കത് കൺഫേം ചെയ്യാം, എസ്കേപ്പ് സെലക്ട് ചെയ്യാം. ഓക്കെ,
അപ്പോൾ നിങ്ങൾക്ക് കാണാം 5.1 ഇൻപുട്ടായിട്ട് HD rush ആണ് വന്നിരിക്കുന്നത്. അതിലിപ്പോൾ ഒപ്റ്റിക്കൽ 1 ആണ് ഇൻപുട്ട് വന്നിരിക്കുന്നത്. അത് വീണ്ടും ഇവിടെ DVD എന്നുള്ള കീ സെലക്ട് ചെയ്താൽ അത് ചേഞ്ച് ചെയ്യും. ഇവിടെ കാണാം ഒപ്റ്റിക്കൽ 2, കോയാക്സിയൽ 1, ഓക്സ്. ഓക്കെ, ഇതുപോലെ ഓരോ ഇൻപുട്ടും ചേഞ്ച് ആവും. വീണ്ടും നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് FT മിനി ബോർഡ് എന്നുള്ള ഓപ്ഷനാണ്. അപ്പോൾ അതിൽ ഒപ്റ്റിക്കൽ, കോയാക്സിയൽ, ARC ഇൻപുട്ട് കറക്റ്റായിട്ട് സെലക്ട് ആവുന്നുണ്ട്. അപ്പം ഈ ഒരു രീതിക്കാണ് ഇതിൽ ഓരോ ഇൻപുട്ടും സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കൃത്യമായിട്ടുള്ള സ്റ്റെപ്പ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇതിൻ്റെ കണക്ഷൻസ് നേരത്തെ പറഞ്ഞ പോലെ ഈ ഡിസ്പ്ലേ യൂണിറ്റിൻ്റെ ബാക്കിലായിട്ട് കുറേയധികം പോയിൻറ്റുകൾ കാണാം. അവിടെ നിന്നാണ് നമ്മുടെ ഡിവൈസിലേക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ ഓഡിയോ റഷ് ആണെങ്കിൽ ആ ബോർഡിലേക്കുള്ള കണക്ഷൻസ് അല്ലെങ്കിൽ വയർ നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അത് വേറൊരു പ്രിൻ്റ്, കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു പ്രിൻ്റ് നിങ്ങൾക്ക് ഈ ഒരു കിറ്റ് വാങ്ങുമ്പോൾ കിട്ടുന്നതായിരിക്കും. അതിൻ്റെ ഏകദേശം ഒരു കോപ്പി നിങ്ങൾക്കിപ്പം സ്ക്രീനിൽ കാണാം. അപ്പോൾ അതൊരു പേപ്പറിലായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഡൗട്ടൊന്നും കൂടാതെ നിങ്ങൾക്കിത് കണക്ട് ചെയ്യാം. ഈ ഒരു റിമോട്ട് കിറ്റിൻ്റെ പ്രൈസ് വരുന്നത് 1600 രൂപ, 2000 രൂപ റേഞ്ചിലാണ്. 2000 വരെ ആവുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഈ ഒരു റേഞ്ചിനിടയ്ക്കായിരിക്കും ഈ കിറ്റിൻ്റെ നിലവിലുള്ള പ്രൈസ് വരുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.